ചെറുകിട ടാപ്പിംഗ് തൊഴിലാളിയുടെ സംഘടനയായ KRTA മലപ്പുറം ജില്ലാ സമ്മേളനം അതിവിപുലമായി തിരുവാലി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അൽ ബക്കർ ഉദ്ഘാടനം ചെയ്യുകയും പുതിയ ഭാരവാഹികളായിട്ട് സുകുമാരൻ തിരുവാലി പ്രസിഡന്റായിട്ടും സെക്രട്ടറിയായി സുനിൽ കുമാറും ട്രഷറായി അബ്ദുൽ നാസറിനെ തിരഞ്ഞെടുത്തു. അപ്പം ഇത്രയും 3 വർഷക്കാലമായി ഈ വലിയ ടാപ്പിംഗ് തൊഴിലാളി സംഘടനയെ പറ്റി ഒരു 2 വാക്ക്, ഇതുകൊണ്ടുള്ള ഗുണം തൊഴിലാളിക്ക് എന്തുണ്ടായി അല്ല ഉണ്ടായില്ല എന്നുള്ള 2 വാക്ക് പ്രസിഡന്റിനോട് പറയാനാകും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചെറുകിട മേഖലയിലെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് വേണ്ടി 2023 ഫെബ്രുവരിയിൽ രൂപം കൊടുത്ത ഒരു സംഘടനയാണ് KRTA അഥവാ കനിവ് റബ്ബർ ടാപ്പിംഗ് അസോസിയേഷൻ. ഈ സംഘടന രൂപീകൃതമായതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന്, പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്ന ടാപ്പിംഗ് തൊഴിൽ മേഖലയിൽ മാത്രം അതിജീവിച്ചുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് റബ്ബർ ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് മൂലം അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കരസ്ഥമാക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുകയും ഇപ്പോൾ നിലവിൽ 13 ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരികയും ആ ജില്ലകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും യഥാസമയങ്ങളിൽ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, റബ്ബർ ബോർഡിലേക്ക് നമ്മൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ അതോടുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് സ്കീമിൽ 1 ലക്ഷം രൂപയായിരുന്നു പരമാവധി കിട്ടിക്കൊണ്ടിരുന്നത്. അതൊക്കെ അപകട മരണങ്ങളാണെങ്കിൽ 5 ലക്ഷം വരെ ഉയർത്തുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ ഈ തൊഴിൽ കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പെട്ടെന്ന് അവർക്ക് രോഗാവസ്ഥയിലോ അപകടം മൂലമോ തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനത്തെ അവസരത്തിൽ അവർ ആ ജില്ലകളിലുള്ള എല്ലാ ടാപ്പിംഗ് തൊഴിലാളികളും ചേർന്ന് അവരവരാൽ കഴിയുന്ന രീതിയിൽ ധനസഹായം സ്വരൂപിച്ചുകൊണ്ട് അവരെ സഹായിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് ഈ സംഘടന ലക്ഷ്യമിടുന്നത്. ഈ സംഘടനയിൽ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വളർച്ച ഈ 3 വർഷത്തിനകം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, റബ്ബർ ബോർഡിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ തൊഴിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നിവേദനങ്ങളും 2ാം പ്രാവശ്യവും റബ്ബർ ബോർഡിലേക്ക് നിവേദനം സമർപ്പിക്കുകയും അവരുമായിട്ട് ചർച്ച നടത്തുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അധികം താമസിയാതെ പരിഗണിക്കാമെന്നൊക്കെ ഉറപ്പാണ് നൽകിയിരിക്കുന്നത്.